ചരിത്രത്തിന്റെ ഏടുകളിൽ ആനക്കരയ്ക്ക് സ്വന്തമായൊരു സ്ഥാനമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷണമായ കാലഘട്ടത്തിൽ രാജ്യത്തിനായി പോരാടിയ നിരവധി ധീര വനിതകൾക്ക് ജന്മം നൽകിയ മണ്ണാണിത്. ആ ചരിത്രത്തിന്റെ ഏറ്റവും തിളക്കമുള്ള പേരുകളിൽ ഒന്നാണ് ലക്ഷ്മി സൈഗാൾ. ആനക്കരയുടെ അഭിമാനമായ ക്യാപ്റ്റൻ ലക്ഷ്മി, സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ പെൺപോരാളി. ആനക്കരയുടെ മണ്ണിൽ നിന്ന് ഉയർന്ന ആ പോരാട്ട വീര്യം സ്വാതന്ത്ര്യത്തിന്റെ 80ാം വർഷത്തിലേക്ക് രാജ്യം കടക്കുമ്പോഴും ഓർമ്മിക്കപ്പെടുകയാണ്. ആനക്കര വടക്കത്ത് തറവാടുമായി വേരുകളുള്ള ലക്ഷ്മി ഡോക്ടറിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ധീരനായികയായി മാറിയ ജീവിതത്തിലൂടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വേറിട്ട അധ്യായം രചിച്ചു. 1914 ഒക്ടോബർ 24 മദ്രാസിൽ ജനിച്ച ലക്ഷ്മി സ്വാമിനാഥൻ പ്രശസ്ത അഭിഭാഷകൻ ഡോക്ടർ എസ് സ്വാമിനാഥന്റെയും സാമൂഹിക പ്രവർത്തകയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ AV അമ്മുക്കുട്ടിയുടെയും മകളായിരുന്നു. അമ്മുക്കുട്ടി പിന്നീട് അമ്മു സ്വാമിനാഥൻ എന്ന പേരിൽ ദേശീയ രാഷ്ട്രീയത്തിലും സ്വാതന്ത്ര്യസമരത്തിലും ശ്രദ്ധേയ സാന്നിധ്യമായി. പാലക്കാട് ആനക്കര വടക്കത്ത് കുടുംബമായിരുന്നു അമ്മുവിന്റെ തറവാട്. ചെറുപ്പം മുതൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും ലക്ഷ്മിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. വൈദ്യശാസ്ത്രം പഠിച്ച് ഡോക്ടറാകണമെന്നായിരുന്നു ലക്ഷ്മിയുടെ തീരുമാനം. 1938 മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS നേടി. തുടർന്ന് ഗൈനക്കോളജിയിലും പ്രസവ ചികിത്സയിലും ഡിപ്ലോമയും നേടി. പാവപ്പെട്ടവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സേവിക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു വൈദ്യരംഗത്തേക്കുള്ള പ്രവേശനം. പിന്നീട് ജീവിതം ലക്ഷ്മിയെ സിംഗപ്പൂരിലെത്തിച്ചു. അവിടെ ഇന്ത്യൻ തൊഴിലാളികളും ദരിദ്രരും ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സ നൽകുന്നതിനായി ക്ലിനിക് ആരംഭിച്ചു. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂരിലെത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആഹ്വാനവും ലക്ഷ്മിയുടെ ജീവിതത്തിൽ നിർണായക വഴിത്തിരിവായി. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ സ്ത്രീകൾക്കും ആയുധമെടുക്കാമെന്ന ആശയത്തിന് പ്രായോഗിക രൂപം നൽകുകയായിരുന്നു പിന്നീട് ലക്ഷ്മിയുടെ ദൗത്യം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അവർ ചേർന്നു. സ്ത്രീകൾക്കായി രൂപീകരിച്ച റാണി ഝാൻസി റെജിമെന്റിന്റെ നേതൃത്വത്തിലേക്ക് ലക്ഷ്മി ഉയർന്നു. വെറും വൈദ്യസേവനത്തിൽ ഒതുങ്ങാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ആയുധമെടുത്ത പോരാളിയായി മാറിയതാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. നേതാജിയുടെ ആസാദ് ഹിന്ദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ അവർ നിർണായക പങ്കുവഹിച്ചു. റാണി ഝാൻസി റെജിമെന്റിലെ വനിതകളെ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ലക്ഷ്മി ഇന്ത്യൻ സ്ത്രീകളുടെ പോരാട്ടവീര്യത്തിന്റെ പ്രതീകമായി മാറി. യുദ്ധത്തിന്റെ ഗതി മാറിയതോടെ ഇന്ത്യൻ നാഷണൽ ആർമിക്കും തിരിച്ചടികൾ നേരിട്ടു. ബർമയിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പിടിയിലായ ലക്ഷ്മിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ തടവിനും വിചാരണയ്ക്കും ശേഷവും സ്വാതന്ത്ര്യത്തിനായുള്ള അവരുടെ മനോവീര്യം തളർന്നില്ല. ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന പേര് അങ്ങനെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ പതിഞ്ഞത്. സ്വാതന്ത്ര്യം നേടിയ ശേഷവും ജനസേവനത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല. കാൺപൂരിൽ ഡോക്ടറായി തുടർന്ന ലക്ഷ്മി പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ചികിത്സ ലഭ്യമാക്കുന്നതിൽ ശ്രദ്ധ നൽകി. സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടു. പിന്നീട് രാജ്യത്തിന്റെ പൊതുജീവിതത്തിലും അവർ സജീവ സാന്നിധ്യമായി തുടർന്നു. 1998 ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം ക്യാപ്റ്റൻ ലക്ഷ്മിയെ ആദരിച്ചു. 2012 ജൂലൈ 23 കാൺപൂരിൽ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ അന്തരിച്ചു. എന്നാൽ അവർ ഉയർത്തിപ്പിടിച്ച ധൈര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം ഇന്നും പ്രസക്തമാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ കഥ ഒരാളുടെ മാത്രം ജീവിതകഥയല്ല, സ്വാതന്ത്ര്യസമരത്തിൽ സ്ത്രീകൾക്ക് വഹിക്കാനായ നിർണായക പങ്കിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളുവമ്മ, G സുശീല തുടങ്ങിയ നിരവധി ധീരവനിതകളുടെ ജീവിതം കൂടി ചേർന്നതാണ് ആനക്കര വടക്കത്ത് തറവാടിന്റെ ചരിത്രം. ആ തറവാട് ഇന്നും കേരളത്തിന്റെ സ്വാതന്ത്ര്യസമര പൈതൃകത്തിന്റെ പ്രധാന അടയാളമായി നിലകൊള്ളുന്നു. UTV ന്യൂസ്, പാലക്കാട്.